ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പരിശോധിക്കുന്നത് JDS പോസ്റ്റ് ഓഫീസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെ പരിശോധിക്കാം എന്നുള്ളതാണ്. ആദ്യം ഗൂഗിൾ ക്രോമിൽ JDS എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ JDS റിസൾട്ട് ഡേറ്റ് 2024 എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ഭാഗത്ത് തന്നെ ഇന്ത്യ പോസ്റ്റ് JDS ഓൺലൈൻ എന്ന് കാണാവുന്നതാണ്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്യുക. ലോഡിംഗ് ആവുന്നുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്ത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം JDS സൈറ്റിലെത്തുന്നതായിരിക്കും. JDSൻ്റെ സൈറ്റിലെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം JDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ താഴെ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഷോർട്ട് ലിസ്റ്റ് ജൂലൈ 2024 എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ഓരോ സംസ്ഥാനങ്ങളും കാണാം. അതിൽ കേരള എന്ന് സെലക്ട് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ PDF ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു PDF ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡ് അഗെയിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഒരു PDF ഓപ്പൺ ആവും. ഡ്രൈവ് PDF വ്യൂവർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ലിസ്റ്റ് ആയിരിക്കും കാണുക. ഇതാണ് റിസൾട്ട്. ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കിട്ടിയ രജിസ്റ്റർ നമ്പർ ഇവിടെ മുകൾ ഭാഗത്ത് സെർച്ച് ഭാഗത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഞാനിവിടെ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നാണ് അതിനർത്ഥം. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അല്ലാതെ നിങ്ങളുടെ ഏത് ഡിവിഷനാണോ അതിലും നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഡിവിഷൻ സെർച്ച് ചെയ്യുക. ഞാനിവിടെ ഒറ്റപ്പാലം എന്നാണ് സെർച്ച് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഏത് സ്ഥലമാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് അങ്ങനെയും സെർച്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രജിസ്റ്റർ നമ്പർ സെർച്ച് ചെയ്ത് അങ്ങനെയും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വേറെ ഒരു സ്ഥലം കൂടി ഇവിടെ സെർച്ച് ചെയ്യുന്നു. കോട്ടയം ഡിവിഷനിലെ, കേരളത്തിൽ ഓരോ ഡിവിഷനും ഉണ്ടാവും. ആ ഡിവിഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ ജില്ലയെ വേർതിരിച്ചു കൊണ്ടുള്ള പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റപ്പാലം ഒരു ഡിവിഷനാണ്, ഇവിടെ കോട്ടയം ഒരു ഡിവിഷനാണ്, അങ്ങനെ പാലക്കാട് ഒരു ഡിവിഷൻ, അങ്ങനെ വ്യത്യസ്തമായ ഡിവിഷനുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കീഴിലാണ് മറ്റുള്ള പോസ്റ്റ് ഓഫീസൊക്കെ വർക്ക് ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയണമെന്നില്ല. ഞാനിവിടെ നിങ്ങളെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. ചിലർ അക്ഷയയിൽ പോയിട്ടും മറ്റുമായിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വാച്ചിങ്.